യോഗ അഭ്യസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രാവിലെ 4 മണിക്കും 8 മണിക്കും ഇടയിലും വൈകുന്നേരം 4-നും 7-നും ഇടയിലും യോഗ അഭ്യസിക്കുന്നതാണ് ഉത്തമം. രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ പറ്റാത്തവർക്ക് ഉച്ച സമയത്തും ചെയ്യാം. ലഘുഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂറും പ്രധാന ഭക്ഷണത്തിന് ശേഷം 3.5 അല്ലെങ്കിൽ 4 മണിക്കൂറും കഴിഞ്ഞ് അഭ്യസിക്കാവൂ. ദേഹശുദ്ധി വരുത്തി വെറും വയറ്റിൽ വേണം അഭ്യസിക്കാൻ. മാറ്റ് ഉപയോഗിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ച് ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലം ആയിരിക്കണം. സ്ത്രീകൾ ആർത്തവ ദിവസങ്ങളിൽ അഭ്യസിക്കാൻ പാടില്ല. രോഗികളും ഗർഭിണികളും അവർക്ക് അനുയോജ്യമായ ആസന പ്രാണായാമങ്ങൾ ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ വേണം അഭ്യസിക്കാൻ. വയറ് കുറയാനുള്ള ആസനങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. വയറ് കുറയുക മാത്രമല്ല, നട്ടെല്ലിന് നല്ല ബലവും കിട്ടുന്നു. നമ്മൾ ഇതിൽ അഭ്യസിക്കാൻ പോകുന്ന നാഡീശുദ്ധി പ്രാണായാമവും ആസനങ്ങളും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആവശ്യമില്ലാത്ത കൊഴുപ്പിനെ പുറന്തള്ളുന്നു. സുഖമായ രീതിയിൽ ഇരിക്കുക. ഈശ്വരനെ ധ്യാനിച്ച് വേണം യോഗാഭ്യാസം തുടങ്ങുവാൻ. ആദ്യം നമുക്ക് കണ്ണുകൾക്കുള്ള വ്യായാമം കൊടുക്കാം. കണ്ണുകൾക്ക് വ്യായാമം കൊടുക്കുമ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കാണ് ഗുണം കിട്ടുന്നത്. 4 രീതിയിലുള്ള ചലനം കണ്ണുകൾക്ക് നൽകണം. അത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ 5 തവണ ചെയ്യാം. പിന്നീട് എണ്ണം കൂട്ടി ചെയ്യാം. 10 വരെ ചെയ്യാവുന്നതാണ്. കണ്ണുകൾ അടയ്ക്കുക. സാവധാനം കണ്ണിൻ്റെ കൃഷ്ണമണി മുകളിലേക്ക് ഉയർത്തുക. വീണ്ടും സാവധാനം കൃഷ്ണമണി താഴ്ത്തുക. അപ്പ് ആൻഡ് ഡൗൺ. ആദ്യം ചെയ്യുമ്പോൾ 5 തവണ ചെയ്താൽ മതി. കണ്ണുകളടച്ച് വിശ്രമം നൽകുക. സാവധാനം കണ്ണുകൾ തുറക്കുക. കൃഷ്ണമണി വലതുവശത്തേക്ക് കൊണ്ടുവരിക. ശേഷം സാവധാനം ഇടതുവശത്തേക്ക് കൊണ്ടുവരിക. കണ്ണുകളടച്ച് വിശ്രമം നൽകുക. കൃഷ്ണമണിയെ വൃത്താകൃതിയിൽ ചലിപ്പിക്കുക 5 തവണ. ശേഷം കണ്ണുകളടച്ച് വിശ്രമിക്കുക. വീണ്ടും കൃഷ്ണമണിയെ എതിർവശത്തേക്ക് ചലിപ്പിക്കുക. ശേഷം കണ്ണുകളടച്ച് വിശ്രമിക്കുക. കണ്ണുകൾക്ക് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധ മുഴുവൻ കണ്ണുകൾക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ കണ്ണുകൾക്ക് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. കുറച്ച് സമയം വിശ്രമാവസ്ഥയിലിരുന്നതിന് ശേഷം കഴുത്തിനുള്ള വ്യായാമം കൊടുക്കാം. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കഴുത്ത് പിറകുവശത്തേക്ക് കൊണ്ടുവരിക. വീണ്ടും ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ട് തല കുനിച്ച് സ്ഥിതി ചെയ്യുക. താടിയല് കഴുത്തിൽ മുട്ടുന്ന വിധം. നാല് തവണയോ 5 തവണയോ ചെയ്യാം. ശേഷം കഴുത്തിനെ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും സാവധാനം ചലിപ്പിക്കുക. ഇനി നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ കൈകളെ ചലിപ്പിക്കാം. ഇനി നമുക്ക് ശവാസനത്തിൽ കിടക്കാം. ശവാസനത്തിൽ കിടക്കുമ്പോൾ ശരീരം പൂർണ്ണമായും അയച്ചിടണം. കാലുകൾ നന്നായിട്ട് അകത്തി വയ്ക്കുക. കൈകൾ മലർന്നു തന്നെ ഇരിക്കണം. കൈകൾ കമഴ്ത്തി വയ്ക്കാൻ പാടില്ല. കാലുകൾ അടുപ്പിച്ച് കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. സ്ക്രീനിൽ കാണുന്നത് പോലെ കൈകൾ ദീർഘശ്വാസം എടുത്ത് തലയ്ക്ക് മുകളിലൂടെ ഉയർത്തി നിലത്ത് പതിപ്പിക്കുക. കൈകൾ ഉയരുമ്പോൾ കാൽപാദവും നമ്മുടെ മുമ്പിലേക്ക് വലിച്ചു പിടിക്കേണ്ടതാണ്.
5 തവണ ചെയ്തതിന് ശേഷം വീണ്ടും ശവാസനത്തിൽ കിടക്കുക. ഇനി ആസനങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് മേരുദണ്ഡാസനം. കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ വളരെ സാവധാനം ഉയർത്തുക. ആദ്യം നമുക്ക് വലതുകാൽ ഉയർത്താം. ശേഷം ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ താഴ്ത്തുക. വളരെ സാവധാനം വേണം കാലുകൾ താഴ്ത്താൻ. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ വയറിനും കാലുകൾക്കും ശ്രദ്ധ കൊടുക്കണം. ഇടതുകാൽ ചെയ്യാം. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടതുകാൽ വളരെ സാവധാനം ഉയർത്തുക. ശേഷം വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുകാൽ നിലത്ത് പതിപ്പിക്കുക. ഓരോ കാലും മാറി മാറി 3 തവണ ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ 3 തവണ ചെയ്താൽ മതി. കുറേ ദിവസങ്ങൾക്ക് ശേഷം എണ്ണം കൂട്ടി ചെയ്താൽ മതി. ഇനി നമുക്ക് ശവാസനത്തിൽ കിടക്കാം. ഇനി നമുക്ക് 2 കാലും ഒരുമിച്ച് ഉയർത്താം. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവധാനം 2 കാലും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വളരെ സാവധാനം കാലുകൾ നിലത്ത് പതിപ്പിക്കുക. മൂന്ന് തവണ ചെയ്തതിന് ശേഷം ശവാസനത്തിൽ ആയിരിക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പവനമുക്താസനം. കാലുകൾ മടക്കി നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊള്ളുക. വലതുകാല് നോർമൽ ബ്രീത്തിങ്ങിൽ 10 സെക്കൻഡ് ആയിരിക്കുക. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട് വലതുകാൽ നിലത്ത് പതിപ്പിക്കുക. ഇനി ഇടതുകാലിൽ ചെയ്യാം. വലതുകാലിൽ ചെയ്തതുപോലെ തന്നെ ഇടതുകാല് നെഞ്ചോട് ചേർത്ത് പിടിക്കുക. 10 സെക്കൻഡ് നോർമൽ ബ്രീത്തിങ്ങിൽ സ്ഥിതി ചെയ്യുക. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടതുകാൽ നിലത്ത് പതിപ്പിക്കുക. 3 തവണ ചെയ്തതിന് ശേഷം ശവാസനത്തിൽ ആയിരിക്കുക. മൂന്ന് തവണ ചെയ്തതിന് ശേഷം ശവാസനത്തിൽ ആയിരിക്കുക.
ഇനി നമുക്ക് 2 കാലുകളും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പവനമുക്താസനം ചെയ്യാം. മുമ്പ് ചെയ്തതുപോലെ തന്നെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. സാധാരണ ശ്വസനത്തിൽ 10 സെക്കൻഡ് ആയിരിക്കുക. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വളരെ സാവധാനം ശ്വാസം പതുക്കെ പുറത്തേക്ക് വിട്ട് കാലുകൾ നിലത്ത് പതിപ്പിക്കുക. ശവാസനത്തിൽ ആയിരിക്കുക. നൗകാസനം. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകളും കൈകളും തലയും മുകളിലേക്ക് ഉയർത്തുക. സാധാരണ ശ്വസനത്തിൽ പറ്റുന്നത്ര സമയമായിരിക്കുക. കൂടുതൽ സമയം നമുക്ക് ആ സ്ഥിതിയിലായിരിക്കാൻ പറ്റത്തില്ല. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് ശരീരം നിലത്ത് പതിപ്പിക്കുക. 3 തവണ ചെയ്യുക. ശേഷം ശവാസനത്തിൽ ആയിരിക്കുക. കണ്ഠരാസനം. കാലുകൾ മടക്കി വയ്ക്കുക. കൈകൾ കണങ്കാലിൽ പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ട് ഉയർത്തുക. സാധാരണ ശ്വസനത്തിൽ പറ്റുന്നത്ര സമയം സ്ഥിതി ചെയ്യുക. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് ശരീരം നിലത്ത് പതിപ്പിക്കുക. 3 തവണ ചെയ്തതിന് ശേഷം ശവാസനത്തിൽ കുറച്ച് സമയം കിടക്കുക. സേതുബന്ധനാസനം. കണ്ഠരാസനത്തിലേതുപോലെ തന്നെ കിടക്കുക. കാലുകൾ തുടഭാഗത്തോട് ചേർത്ത് വയ്ക്കണം. 2 കൈകളും നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉപ്പൂറ്റിയും അരക്കെട്ടും ഉയർത്തുക. പറ്റുന്നത്ര സമയം സാധാരണ ശ്വസനത്തിൽ സ്ഥിതി ചെയ്യുക. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് ശരീരം നിലത്ത് പതിപ്പിക്കുക. 3 തവണ ചെയ്തതിന് ശേഷം ശവാസനത്തിൽ കുറച്ച് സമയം ആയിരിക്കുക. ഇനി നമുക്ക് കമിഴ്ന്ന് കിടന്നുള്ള ആസനത്തിലേക്ക് വരാം. ആദ്യം മകരാസനം 1-ാം ഭാവത്തിൽ ആയിരിക്കുക. കുറച്ച് സമയം അങ്ങനെ കിടന്നതിന് ശേഷം മകരാസനം 2-ാം ഭാവം. താടിക്ക് കൈകൾ കൊടുത്ത് സാധാരണ ശ്വസനത്തിൽ കണ്ണുകൾ അടച്ച് സ്ഥിതി ചെയ്യുക. അടുത്തത് ഭുജംഗാസനം. 2 തോളുകൾക്ക് താഴെയായി കൈപ്പത്തികൾ നിലത്ത് പതിപ്പിക്കുക.
ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല ഉയർത്തുക, സ്ക്രീനിൽ കാണുന്നത് പോലെ. പറ്റുന്നത്ര സമയം ഈ സ്ഥിതിയിൽ ആയിരിക്കുക. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ട് നെറ്റി തറയിൽ മുട്ടിക്കുക. 3 തവണ ചെയ്തതിന് ശേഷം മകരാസനത്തിൽ കിടക്കുക. ഭുജംഗാസനം ചെയ്യുമ്പോൾ നമ്മുടെ വയറ്, നമ്മുടെ തൊണ്ടക്കുഴി ഒക്കെ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് വളരെ ഉത്തമമായ ആസനമാണ് ഭുജംഗാസനം. യൂട്രസ് സംബന്ധമായ ഒരു അസുഖങ്ങളും ഭുജംഗാസനം ചെയ്യുന്നവർക്കുണ്ടാകുകയില്ല. തൊണ്ടക്കുഴിയിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞത് തൈറോയ്ഡ്, പാരാതൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് തൊണ്ടക്കുഴിയിലാണ്. അപ്പോൾ നമ്മൾ കഴുത്ത് പുറകോട്ട് വലിച്ചു പിടിക്കുമ്പോൾ ആ ഭാഗത്ത് രക്തപ്രവാഹം നന്നായി ഉണ്ടാകുന്നു. ദോലാസനം. കൈകൾ മുമ്പോട്ട് നീട്ടിവെക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളും തലയും കാലുകളും ഉയർത്തുക. പറ്റുന്നത്ര സമയം സ്ഥിതി ചെയ്തതിന് ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് ശരീരം നിലത്ത് പതിപ്പിക്കുക. 3 തവണ ചെയ്യുക. ശേഷം മകരാസനത്തിൽ കിടക്കുക. ശലഭാസനം. കൈകൾ രണ്ടും തുടയുടെ അടിയിൽ കൊണ്ടുവരിക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കാലുകളും മുകളിലേക്ക് ഉയർത്തുക. കുറച്ച് സമയം സ്ഥിതി ചെയ്യുക. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് കാലുകൾ താഴ്ത്തുക. 3 തവണ ചെയ്തതിന് ശേഷം മകരാസനത്തിൽ കിടക്കുക. ധനുരാസനം. അതാത് വശത്തെ കാൽപാദത്തിൽ അതാത് കൈകൾ പിടിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരം മേൽപോട്ട് ഉയർത്തുക. പറ്റുന്നത്ര സമയം സ്ഥിതി ചെയ്യുക. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പതുക്കെ പുറത്തേക്ക് വിട്ട് പൂർവ്വസ്ഥിതിയിൽ വരിക. 3 തവണ ചെയ്തതിന് ശേഷം ശവാസനത്തിൽ കിടക്കുക. ഇനി നമുക്ക് പ്രാണായാമം ചെയ്യാം. 2 കൈകളും തുടയുടെ മുകളിൽ വയ്ക്കുക. ചിന്മുദ്രയിലും വയ്ക്കാം. നട്ടെല്ല് നിവർന്ന് സുഖമായ രീതിയിൽ ഇരിക്കുക. 10 തവണ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഓരോ ശ്വാസത്തെയും നട്ടെല്ലിനടിയിൽ കൊണ്ടുവന്ന് നിർത്തി വളരെ സാവധാനം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. 10 തവണ ചെയ്തതിന് ശേഷം സാധാരണ ശ്വസനത്തിൽ കുറച്ച് സമയം സ്ഥിതി ചെയ്യുക. ഇനി നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. പ്രാണായാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണായാമമാണ് നാഡീശുദ്ധി പ്രാണായാമം. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ നാഡികൾക്കും ഉണർവ് നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെ പുറത്തേക്ക് കളയാനും ഈ പ്രാണായാമത്തിന് കഴിവുണ്ട്. നട്ടെല്ല് നിവർത്തി സുഖമായ രീതിയിൽ ഇരിക്കുക. കൈവിരലുകൾ വിഷ്ണുമുദ്രയിൽ വയ്ക്കുക. വിഷ്ണുമുദ്രയിൽ വയ്ക്കേണ്ട കൈ വലത് കൈയാണ്. വലത് കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് വലത് മൂക്ക് അടയ്ക്കുക. ഇടത് മൂക്കിലെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. വീണ്ടും ഇതേ മൂക്കിൽ കൂടെ തന്നെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മോതിരവിരൽ ഉപയോഗിച്ച് ഇടത് മൂക്ക് അടയ്ക്കുക.
3 സെക്കൻഡ് ശ്വാസത്തെ പിടിച്ചു വയ്ക്കുക. ഇപ്പോൾ 2 മൂക്കുകളും അടഞ്ഞാണ് ഇരിക്കുന്നത്. പറ്റുന്നത്ര സമയം പിടിച്ചു വയ്ക്കുക. ആദ്യം ചെയ്യുമ്പോൾ 3-4 സെക്കൻഡ് പിടിച്ചു വെച്ചാൽ മതി. ശേഷം വലത് മൂക്കിൽ കൂടെ വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഇതേ മൂക്കിൽ കൂടെ തന്നെ ശ്വാസം എടുത്ത് ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്തിൻ്റെ ഇരട്ടി സമയം എടുത്തു വേണം ശ്വാസത്തെ പുറത്തേക്ക് വിടാൻ. ഇങ്ങനെ 5 റൗണ്ട് ചെയ്യുക.